കൊടൈക്കനാലിൽ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഹിഡൻ സ്പോട്ട് കാണിച്ചു തരാൻ ഞങ്ങളുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ആ സ്പോട്ടിലോട്ടാണ്. അപ്പോൾ പോവാം ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഡേ 2 ആണ് കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ. ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് പഴനി പോകാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ രാത്രി ഒരു 10 മണിയോളമായി. നമ്മൾ സ്റ്റേ ചെയ്താണ്. അപ്പോൾ സ്റ്റേ ഒന്ന് കാണിച്ചു കൊടുക്കണം. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. GG ഹിൽ സ്റ്റേ അതാണ് പേര്. കൊടൈക്കനാലിൽ വന്നിട്ട് ഇതുപോലത്തെ സ്റ്റേ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നല്ലൊരു ക്ലീൻ പ്രോപ്പർട്ടി, അതുപോലെ പുതിയ ബിൽഡിങ്ങാണ്, അതുകൊണ്ട് അതിൻ്റേതായ വൃത്തിയുണ്ട്. ഇവിടെ മൊത്തം എനിക്കൊന്ന് 5 റൂമാണ് ഉള്ളത്. താഴെ ഒരു റൂമും മേളിൽ ബാക്കി 4 റൂമും. മേളത്തെ റൂമുകളിലെ ബാൽക്കണി ഉള്ളത്. അതുകൊണ്ട് നല്ലൊരു വൈബായി. രാത്രി വന്നപ്പോൾ നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വെയിൽ കയറി. അതുകൊണ്ട് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ചിലപ്പം കോട കാണുമായിരിക്കും. നോക്കാം, പോകുന്ന വഴിക്ക് കോട നോക്കാം. പിന്നെ ഇന്നലെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. ഇവിടെ ഒരു ടേബിൾ ഇട്ട് തന്ന്. പിന്നെ ക്യാമ്പ് ഫയറുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എക്സ്ട്രാ ചാർജ് ആണെന്നുണ്ടായതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കാൻ പോയില്ല. അതുകൊണ്ട് ക്യാമ്പ് ഫയറിൻ്റെ പരിപാടി ഉണ്ട്. എക്സ്ട്രാ ചാർജ് കൊടുത്താൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. GG ഹിൽ സ്റ്റേ ഞാൻ ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലിയായിട്ടോ വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ഥലം മൊത്തത്തിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതാണ് കയറി വരുമ്പോൾ ഉള്ള റിസപ്ഷൻ. ഇവിടെ 2 റൂമുണ്ട് കേട്ടോ, ഒന്നല്ലായിരുന്നു. ഇവിടെ 2 റൂം, പിന്നെ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ, വാഷ്, പിന്നെ ഇവിടെ കിച്ചണും ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം പാത്രങ്ങളെല്ലാം ഉണ്ട്. കുറച്ച് പൊടികളും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റേക്ക് ഫാമിലിക്ക് പറ്റി സ്റ്റേ ആണെന്ന് പറഞ്ഞാൽ അതാ കാരണം. ഫാമിലിയായിട്ട് വരുവാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയോ അല്ലെങ്കിൽ ക്യാമ്പ് ഫയറോ ബാർബിക്യൂ സെറ്റപ്പോ ഒക്കെ ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ മുകളിൽ വന്നാലാണ് ഒരു ചെറിയൊരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ ഒരു വ്യൂ കണ്ട് നമുക്കിരിക്കാൻ പറ്റും. നൈസ് വ്യൂ, ഒരു മലയുടെ സൈഡിലായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. പിന്നെ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 റൂം, എല്ലാ റൂമും വിത്ത് ബാൽക്കണിയാണ്. TV ഉണ്ട്, ചെറിയൊരു ബീൻ ബാഗ് ഉണ്ട്. നല്ല വൃത്തിയുള്ള റൂമാണ്. പിന്നെ നല്ല ഇൻറ്റീരിയർ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇതുകൂടെ കാണിക്കണമല്ലോ. ടോയ്ലറ്റ് നല്ല വൃത്തിയുണ്ട്. ലൈറ്റിട്ട് കാണിച്ചു തരാം. ലൈറ്റൊക്കെ ഇട്ട് ആംബിയൻസ് ലൈറ്റൊക്കെ ഉള്ള റൂമാണ്. അതുകൊണ്ട് മൊത്തത്തിൽ റൂം കണ്ടപ്പോൾ എല്ലാവർക്കും ഇന്നലെ തന്നെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഡൗട്ട് അടിച്ചാണ് റൂം ബുക്ക് ചെയ്തത്. ഇതുവരെ വന്നിട്ടില്ലല്ലോ, പുതിയ സ്ഥലമായതുകൊണ്ട്. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നൈസൊരു കുന്നിൻ്റെ വ്യൂ, ബാൽക്കണി, നീളമുള്ള ബാൽക്കണി. നമ്മൾ കൊടൈക്കനാൽ സിറ്റിയിൽ നിന്നൊക്കെ മാറി നല്ലൊരു ഗ്രാമാന്തരീക്ഷമുള്ളൊരു പ്ലേസാണ്. സെയിമാണ്, എല്ലാ റൂമുകളും ഇതേ സെയിം വൈബാണ്. റൂമിന് വേറെ പ്രത്യേകതയുണ്ട്. നമുക്ക് വേണ്ട ഈ കട്ടൻ കണ്ടോ, ഒരു ഫുൾ കട്ടൻ. ഈ കട്ടൻ തുറന്നു കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ വ്യൂ ആണ്. അവർ വന്നപ്പോഴേ പറഞ്ഞത് കപ്പിൾസിൻ്റെ സ്റ്റേക്കുള്ള റൂമാണ്. അപ്പോൾ എല്ലാ റൂമുകളും ഇങ്ങനെയാണ്. ഇവിടുത്തെ മുകളിലത്തെ റൂമുകളെല്ലാം തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ. പിന്നെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ടെറസും ഉണ്ട്, ഫുൾ ടെറസുണ്ട്. ഇതിൻ്റെ മേലോട്ട് ടെറസാണ്. 2ാമത്തെ നിലയിലാണ് റൂംസ് എല്ലാം ഉള്ളത്. അപ്പോൾ ഇറങ്ങാൻ സമയമായി ഗൈസ്. അപ്പോൾ ഇനി പോകുന്ന വഴി ബാക്കി വീഡിയോസ് ഷൂട്ട് ചെയ്യാം. അവരെല്ലാം വിളിച്ചു തുടങ്ങി. ഫാമിലിയെല്ലാം റെഡിയായിട്ട് പോകേണ്ട താഴെ. ப்ரோ கொஞ்சம் இந்த ஸ்டே பற்றி சொல்லுங்கள். நம்ம ஜிஜி ஹில் ஸ்டேக்கு வந்தீங்கன்னா நீட் அண்ட் க்ளீன் ரூம்ஸ் இருக்குது. ஃப்ரெண்ட்ஸு ஃபேமிலி எல்லாத்துக்குமே நம்மள்கிட்ட ரூம்ஸ் இருக்குது. அதுவும் இல்லாமல் ஃபயர் கேம்ப்பு வந்து நல்லாவே பண்ணி கொடுத்துருவோம். அது ஃபுட்டும் ஹோம்மேட் ஃபுட்டும் நம்மளே அரேஞ்ச் பண்ணியும் கொடுத்துருவோம். ഓക്കെ ബ്രോ, താങ്ക് യു ഗൈസ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കഴിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് അകത്തോട്ടുള്ള ഉള്ള ഏരിയയില്ല. അപ്പോൾ നമ്മളിവിടെ പ്രശാന്തണ്ണ ഉണ്ടായിരുന്നു. നമുക്കെല്ലാം റൂമെല്ലാം ശരിയാക്കുന്ന പ്രശാന്തണ്ണ. അപ്പം പ്രശാന്തണ്ണനാണ് ഇത് കടയും കാണിച്ചു തന്നത്. നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ദോശ, ഇഡലി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഉള്ളത്. ഓംലെറ്റൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി കുറച്ചുകൂടി കയറിയിരുന്നു. ഞങ്ങൾ കയറി ഇരിക്കാൻ പോവാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു താഴ്വാരത്ത് വന്നൊരു ഫീലുണ്ട്. നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുകളിൽ മൊത്തം മലകുന്നിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ നേരെ സൈഡിലൊരു സെറ്റപ്പാണ്.
ഒന്ന് വീഡിയോ വരെ എടുക്കാറ് അവര് നല്ല കൊഞ്ചം பெரிய மாஸ்டர் യൂട്യൂബില് போடுறது കാണണം எப்போ வந்தாலும் கொடைக்கானலுக்கு வந்தானா நம்ம எல்லாம் வாட்டி கொண்டு போடுச்சிட்டோம் இங்க வர சொல்ற எல்லாருக்கிட்ட இட்லி ஊத்துறாங்க ஒரு தோசை 2 இட்லி பார்சல் 4 இட்லி தனியா பார்சல் அவ்வளவுதானப்பா ഓക്കെ അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് മൊത്തം സീറ്റ് കിട്ടി എന്തായാലും അവിടെ ആയിരുന്നോളാം ഞങ്ങളല്ല ഇഡലി കഴിക്കാൻ തീരുമാനിച്ചിട്ട് എല്ലാവരും സെറ്റായിട്ടിരിക്കുക നമ്മളെ ഇഡലി അല്ലേ എല്ലാവർക്കും ഇഡലി അല്ലേ എന്തി എന്നോടാ ഇഡലിയാന്നോടാ എന്തിനാ കീടാണുക്കളാ വെരി ഗുഡ് വെരി ഗുഡ് ഇതിമോള് പറഞ്ഞ പ്രകാരം നമ്മൾ ഒന്ന് കഴിവാന്ന് വിചാരിച്ച എല്ലാവരും ഒന്ന് ഹൈജീൻ ആവാം വൃത്തിയായിക്കോട്ടെ കുറയ്ക്കണ്ട അല്ലേ ഇഡലി കൊള്ളണ്ട നല്ല ഫ്രഷ് ഇഡലിയാന്ന് തോന്നുന്നു കൊള്ളാം 2 മതിയായിരുന്നു 3 കഴിക്കാല്ലേ ഇനി ഇപ്പോഴൊന്നും കിട്ടിയില്ലെങ്കിൽ സാമ്പാറാണോ നല്ല സുടുസുട ഇഡലി സുടുസുട ഇഡലിയും സാമ്പാറും നൈസായിട്ട് തമിഴ് പാട്ടൊക്കെ കേട്ട് പഴയ തമിഴ് പാട്ടൊക്കെ കേട്ട് റോഡ് സൈഡിലെ കടയിലിരുന്ന് ഇഡലി കഴിക്കാൻ അടിപൊളി കഴിച്ചേ നൈസ് ചെറിയൊരു സെറ്റപ്പ് ബിസ്മില്ല എന്തുവാ ടിഫിൻ സ്റ്റാൾ പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ നല്ല ഇഡലി സാമ്പാർ ചട്നി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഒരു ഓംപ്ലേറ്റ് സെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് മതി ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം ഗോ ഗൈസ് നമ്മുടെ അണ്ണ അവിടെ വെയിറ്റ് ചെയ്തപ്പോണ്ട് കേട്ടോ പ്രശാന്തണ്ണായിരുന്നു നമുക്ക് ഇന്നലെ റൂം സെറ്റ് ചെയ്തെന്നും ഈ ഹോട്ടൽ കാണിച്ചു തന്നു പിന്നെ നമുക്ക് അടുത്ത സ്പോട്ട് കാണിച്ചു തരാനും പുള്ളി റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പം പുള്ളി പറയുന്ന വഴി നമ്മൾ വിടുക അടുത്ത ഏതോ ഒരു വ്യൂ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കൊടൈക്കനാൽ വന്നിട്ട് ഇതുവരെ പോയിട്ടില്ലാത്ത നമ്മളൊന്നും പോയിട്ടില്ലാത്ത വ്യൂ സ്പോട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ വേണ്ടി പോവാണ് ഇതങ്ങോട്ട് കയറി പോകുമ്പം ഉള്ളൊരു വ്യൂ ആണ് നമുക്ക് വണ്ടി ഇവിടം വരെ പോയേ ഉള്ളൂ ഓഫ് റോഡായിരുന്നു നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല വണ്ടി ഒതുക്കിയിട്ട് നടന്ന് കയറാമെന്ന് വിചാരിച്ച് കയറ്റിക്കൊണ്ട് വരാൻ നന്നേ അവിടെ നിന്നോട്ട് റോഡ് നല്ല മോശമായിരുന്നു ഇതുപോലുള്ള മണ്ണ് റോഡാണ് ഇങ്ങനെയുള്ള 4 വീൽ വണ്ടികൾ കയറി വരുന്നുണ്ട് തൊലി അടിച്ചൂടെ ഓക്കെ ഞങ്ങളിവിടെ ഒരു ഹിഡൻ സ്പോട്ട് തപ്പി വന്നതാണ് ഗൈസ് തപ്പി വന്ന് ഹിഡൻ സ്പോട്ടിൻ്റെ മണ്ടയിൽ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ആണ്ട് വീട് പണി നടക്കുന്നത് വീട് പണിയല്ല ഇതുപോലെ ഏതെങ്കിലും കോട്ടേജ് എന്തെങ്കിലും പണിയായിരിക്കും ആ പണി നടക്കുവാണ് അപ്പോൾ ഞങ്ങളുടെ XUV കയറ്റിക്കൊണ്ട് വരാൻ നോക്കി പക്ഷേ പാതി എത്തിയപ്പോൾ മൺ റോഡായപ്പോഴത്തേക്കും കറങ്ങി തുടങ്ങിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തി എന്നിട്ട് കുറച്ച് നടന്നു കുറച്ച് നടക്കമുള്ളായിരുന്നു ഞാൻ വ്യൂ ഒന്ന് കാണിച്ചു തരാം ഇത് അടിപൊളി വ്യൂ ആട്ടോ ഗൈസ് ഇത് അന്യായ വ്യൂ ആണ് ഗൈസ് കൊടൈക്കനാലെന്നുണ്ടെങ്കിൽ എത്രയും സൂപ്പർ വ്യൂ ഇതുവരെ കണ്ടിട്ടില്ല അമ്മാതിരി വ്യൂ ഇതിലും വ്യൂ ഒന്നും പറയാനില്ല ഈ വ്യൂ പോയിന്റ് ചെയ്യുന്ന പളനി വരെ കാണാമെന്നാണ് പ്രശാന്തണ്ണം പറഞ്ഞത് പക്ഷെ ഞങ്ങൾ നോക്കിയിട്ട് പളനിയൊന്നും ഇവിടെ നിന്ന് കാണുന്നില്ല എന്തായാലും പുള്ളി തള്ളിയതായിരിക്കും ചിലപ്പോൾ എന്തായാലും പക്ഷെ വ്യൂ അടിപൊളിയായിരുന്നു കുറേ നേരം അവിടെ നിന്നു കുറേ ഫോട്ടോസ് എടുത്തു അത്ര തിരക്കൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു പീസ്ഫുൾ സ്ഥലം ഇല്ലേ സബർജല്ലി കിട്ടി അപ്പോൾ എല്ലാവരും ഓരോന്ന് വെച്ച് പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക ഫ്രീ സബർജല്ലി ഇവിടെ വന്ന് അങ്ങനെ ഗുണങ്ങളുണ്ട് ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ഹിഡൻ സ്പോട്ട് നമ്മളെ പ്രശാന്തനെ കാണിച്ചത് ഹിഡൻ സ്പോട്ടാണ് അവിടെ പോയി നിൽക്കാം
കണ്ടോ അടിപൊളി. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നൈസാണ്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്നപ്പോൾ വ്യൂ കണ്ടപ്പോൾ വൈകുന്നേരം വരെ നിൽക്കാൻ തോന്നുന്നു. അമ്മതൊരു വ്യൂ. ഇവിടെ നിന്ന് ഇതിൻ്റെ ഏതൊരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ പഴനിയുടെ ടോപ്പോ എന്തോ കാണാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ശരി, അതാണ്ട് ഈ മരം ഇവിടെ എല്ലാം ഇഷ്ടംപോലെ സബർജല്ലി നിൽക്കും. നോക്ക് ഗൈസ്, ഇവിടെ അങ്ങ് ആരും നോക്കാനും കാണാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതോ ഇത് പറിച്ച് കളഞ്ഞതാണ്. അവർക്കറിയാം ഇത് വരുന്നവരെല്ലാം ഇതുപോലെ പറിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് താണ്ട് സബർജല്ലിയൊക്കെ ഇഷ്ടംപോലെ പറിച്ച് പോവാം. കൊള്ളാം, നല്ല ഫ്രഷ് സബർജല്ലി. ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഫ്രഷായിട്ട് കിട്ടത്തില്ലല്ലോ. എല്ലാം കുറേ ദിവസം അവിടെ വന്ന് കിടന്ന് അത് കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ കയ്യിൽ കിട്ടുന്നു. ഇത് പക്ഷേ ഫ്രഷ്. നമ്മളിതുപോലെ കയറ്റാൻ നോക്കിയതായിരുന്നു ഗൈസ്. ഞങ്ങളിവിടെ വന്ന് സ്റ്റക്കായിരുന്നു. സെയിം സ്പോട്ടിൽ തന്നെ അവരും വന്ന് സ്റ്റക്കായി. ഞങ്ങളതിനകത്ത് മൊത്തം റിവേഴ്സ് എടുത്ത് ഈ ഇറക്കം മൊത്തം റിവേഴ്സ് എടുത്ത് താഴെ പോയി. അതുപോലെ ഇവരും വന്ന് ഇവിടെ സ്റ്റക്കായി. ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്ത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകാൻ. അതായിരിക്കും നല്ലത്. കുറച്ച് നടക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ആ വളവ് കാണുന്നതിനടുത്ത് നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സ്ഥലം എത്തും. ഓ, സബർജല്ലി പറിക്കുന്ന ആൾക്കാർ. ഒരു സബർജല്ലി പറിച്ചോട്ടെ. നമ്മളുകൊണ്ട് വലിയ തോട്ടം സബർജല്ലിയുടെ നിറച്ച് സബർജല്ലി നമ്മളാവശ്യത്തിന് പറിച്ചെടുത്തു. അതുകൊണ്ട് നമുക്കിനി പോവാം. ഇവിടെ കൊണ്ടുവരാൻ ഞാൻ നന്നായി. വണ്ടികൾ പക്ഷേ ഓഫ് റോഡ് വണ്ടി സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. ഓഫ് റോഡ് വണ്ടി അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. ഇതെല്ലാം 4x4 അവർ ഒറ്റ വണ്ടി വിളിച്ച് വന്നവരാ. അത് കൊള്ളാം, ഒരു സുഖമായിട്ട് കയറി പോകുന്നുണ്ട്. നമ്മുടെ പ്രേമത്തിൽ പറയുന്ന പോലെ ഒരു 900 ഏക്കർ സബർജല്ലി തോട്ടം പറഞ്ഞാലോ, ആ ഒരു ഐറ്റമാണ് എനിക്ക് സബർജല്ലി കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ഇപ്പം സബർജല്ലി ഇതാണ് ആ സബർജല്ലി, ആ പറയാൻ സബർജല്ലി കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതിനകത്ത്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ഓഫ് റോഡും സബർജല്ലി പറിക്കലും എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ പോവാണ്. അത് ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് താങ്ക് യു.